അപ്പോൾ ഞങ്ങൾ ഈ അമേരിക്കയിലെ അലാസ്കയിലുള്ള ആങ്കറേജിൽ നിന്ന് തൽക്കീത്തന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. തൽക്കീത്തനയിലേക്ക് പോകുന്ന വഴിക്ക് റോഡുകളൊക്കെ അത്യാവശ്യം മോശമില്ലാത്ത റോഡുകളാണ്. ഈ അലാസ്ക എന്ന് വെച്ചാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റാണ്. അപ്പോൾ ഈ അലാസ്കയുടെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും അമേരിക്കയ്ക്ക് നല്ലപോലെ റോഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കോഫി ഷോപ്പുണ്ട്. അപ്പം 4 മണിക്കൂറാണ് ജേണി. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗ്യാരി പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ കുക്കീസ് തരും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി, കുക്കീസ് തരൂ. അതിനുശേഷം നിങ്ങൾക്ക് ഞങ്ങൾ കോഫി തരും. ഞങ്ങൾ കോഫി തരും. അപ്പോൾ കോഫിയും കുക്കീസും മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് കയറ്റി. അപ്പോൾ ഈ കടയ്ക്കകത്ത് നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, വണ്ടിക്കകത്തിരുന്ന് തന്നെയാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുക്കീസൊക്കെ തന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3 കുക്കീസ് പുള്ളിക്കാരൻ അധികം മേടിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തിനാണ്? ആ പുള്ളിക്കാരൻ പറഞ്ഞു ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഹൈവേ പണിയുന്നുണ്ട്. ഈ ഹൈവേ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹൈവേയുടെ തുടക്കത്തിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനും ഇടയ്ക്ക് മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കാനും ലാസ്റ്റ് വണ്ടി അപ്പുറത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ വിടാനും വേണ്ടിയിട്ട് 3 ലേഡീസ് നിൽപ്പുണ്ട്, 3 പെൺകുട്ടികൾ നിൽപ്പുണ്ട്. ഈ പറയുന്ന ഗ്യാരി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്നും അതുവഴി പോയി വരുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ കുക്കീസ് ഈ പറയുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? പുള്ളിക്കാരൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഈ കുക്കീസ് കൊടുക്കുമ്പോൾ അവരൊരു ചിരി ചിരിക്കും, അവരുടെ ആ സന്തോഷം കാണാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സത്യമാണ്, വേറെ പുള്ളിക്കാരന് ഒരു ലാഭവും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ ഈ കുക്കീസ് തേടിയിട്ട് കുക്കീസിന് കാത്ത് ഈ പറയുന്ന പെൺകുട്ടികൾ നിൽക്കും. ഹൈവേ ഗേൾസ് എന്നാണ് അങ്ങേര് പറഞ്ഞത്. അപ്പം ഹൈവേ നമ്മുടെ ശരിക്കും റോഡ് പണിക്ക് അപ്പുറം ഇപ്പുറവും വണ്ടി നിന്ന് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്, അവിടെ ലേഡീസാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവർക്ക് 8 മണിക്കൂർ കണ്ടാണ് ജോലി. അതിനിടയ്ക്ക് ഇവർക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇവർ ഈ കുക്കീസിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ക്യാരി പോകും. അല്ലെങ്കിൽ കുക്കീസിന് വേണ്ടിയിട്ട് ഇവർ ഈ വണ്ടി കാത്തു നിൽക്കും. അപ്പോൾ ഈ വണ്ടി ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒരു കുക്കി എടുത്ത് ഈ പറയുന്ന പെൺകുട്ടിക്ക് കൊടുത്തു. അപ്പോൾ പെൺകുട്ടി ബാക്കി ടോക്കിൽ വിളിച്ചിട്ട് ബാക്കി 2 പെൺകുട്ടികളോടും പറഞ്ഞു ഗ്യാരി വന്നിട്ടുണ്ട്, കുക്കീസുമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യം ഗ്യാരി പറഞ്ഞതുപോലെ തന്നെ ഈ കുക്കീസ് കൊടുത്തപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം, വല്ലാത്ത ചിരിയാണ് അവരുടെ മുഖത്തുണ്ടായത്. ഞാനത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതും കഴിഞ്ഞിട്ട് തൽക്കീത്തന എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. തൽക്കീത്തനയിൽ എത്തിക്കഴിഞ്ഞപ്പം ഈ പറഞ്ഞ ഗ്യാരി ഞങ്ങളെ, തൽക്കീത്തന ചെറിയ വില്ലേജാണ്, വളരെ കുറച്ച് ആൾക്കാർ അവിടെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ തൽക്കീത്തന വില്ലേജ് മുഴുവൻ ഗ്യാരി ഞങ്ങളെ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ കറക്കി കാണിച്ചു. അതിനകത്ത് തൽക്കീത്തന എയർ ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഫ്ലൈറ്റ് ഓർഗനൈസ് ചെയ്യുന്നൊരു കമ്പനിയുണ്ട്. ആ കമ്പനി വഴി വേണം നമുക്ക് അലാസ്കയിലുള്ള ഈ പറയുന്ന ദെനാലിയുടെ ബേസ് ക്യാമ്പിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തൽക്കീത്തന എയർ ടാക്സിക്ക് വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം. നിങ്ങൾ തൽക്കീത്തന എയർ ടാക്സി ബുക്ക് ചെയ്തിട്ട്, നമ്മുടെ ചെറിയ വിമാനമാണ് എയർ ടാക്സി എന്ന് പറയുന്നത്, ആ വിമാനം ബുക്ക് ചെയ്തിട്ട് വിമാനം പറക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെഡീഷൻ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഫ്രീ ആയിട്ട് താമസിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് താമസിക്കാം. അത്യാവശ്യം നല്ല സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളെ ഈ ഗ്യാരി കൊണ്ടുപോയി കാണിച്ചു. പിന്നെ റേഞ്ചർ സ്റ്റേഷനുണ്ട്. നമ്മൾ ഈ പറക്കുന്നതിന് മുമ്പ് റേഞ്ചർ ഓഫീസിൽ പോയിട്ട് കുറച്ച് ബ്രീഫിംഗ് ഒക്കെ നമുക്ക് തരും. ആ ഒരു സ്ഥലമുണ്ട്. അതെല്ലാം ഈ പറയുന്ന ഗ്യാരി നമ്മളെ കൊണ്ട് കാണിച്ചു. അതിനുശേഷം ഈ സുബീർ ബക്ഷി അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കോട്ടേജ്. അപ്പോൾ ഞങ്ങളെ ആ കോട്ടേജിൽ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് ഗ്യാരി പോയി. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അന്ന് സുഖമായിട്ട് ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി, ഞങ്ങളുടെ ലഗേജൊക്കെ വെച്ചു കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ഈ റേഞ്ചർ സ്റ്റേഷൻ്റെ പേര് വാൾട്ടർ ഹാർപ്പർ റേഞ്ചർ സ്റ്റേഷൻ എന്നാണ്. വാൾട്ടർ ഹാർപ്പർ എന്ന് പറഞ്ഞ ആളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 1913 ആദ്യമായിട്ട് ദെനാലി സബ്മിറ്റ് ചെയ്യുന്നത്. ആ സബ്മിറ്റ് ചെയ്ത ടീമിലുള്ള ആളാണ് ഈ വാൾട്ടർ ഹാർപ്പർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ റേഞ്ചർ സ്റ്റേഷനുള്ളത്. റേഞ്ചർ സ്റ്റേഷനിൽ ദെനാലി പാർക്കിൻ്റെ ഒരു റേഞ്ചറുണ്ട്. അപ്പോൾ അദ്ദേഹവും പിന്നെ കുറച്ച് ഉദ്യോഗസ്ഥരുള്ള ഒരു സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ദെനാലി പാർക്കിനെ കുറിച്ച് ബ്രീഫ് ചെയ്യും, എന്താണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഭയങ്കര ബഹുമാനത്തോടുകൂടി അവർ സ്വീകരിക്കും. അതിനുശേഷം സമയം തരും, ഇന്ന സമയത്ത് പറഞ്ഞു. അതിനുശേഷം നമ്മളൊരു കോൺഫറൻസ് റൂമിൽ കൊണ്ടിരുത്തും. അവിടെ ഒരു വലിയ സ്ലൈഡ് പ്രസൻറ്റേഷൻ, PPT പ്രസൻറ്റേഷൻ പോലെ ഈ പറഞ്ഞ റേഞ്ചർ ഓഫീസർ ക്ലൈംബേഴ്സിന് നടത്തും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പാർക്കിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യരുത്, പിന്നെ എന്തൊക്കെ ഡേഞ്ചറാണ് വരാൻ സാധ്യതയുള്ളത്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഹെൽപ്പ് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ബ്രീഫിങ്ങിൽ റേഞ്ചർ പറഞ്ഞു തരും. നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തി. അതിനുശേഷം റേഞ്ചർ നമുക്കൊരു പച്ച പാത്രം തരും. അതിൻ്റെ പേരാണ് CMC ക്യാൻസ്, ക്ലീൻ മൗണ്ടൻ ക്യാൻസ്. മീൻസ് നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് ഈ ക്യാനിൽ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. മൗണ്ട് എവറസ്റ്റിലെ പോലെയോ അല്ലെങ്കിൽ മൗണ്ട് കിളിമഞ്ചാരോയിലെ പോലെയോ നമുക്ക് എല്ലായിടവും ഹ്യൂമൻ വേസ്റ്റ് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പം ഇത് കൃത്യമായിട്ട് ഈ ക്യാൻസിനകത്ത്
നമ്മുടെ ഈ 15-16 ദിവസത്തെ എക്സ്പെഡീഷൻസിനുള്ള വേസ്റ്റ്, നമ്മുടെ പൂപ്പ് മുഴുവൻ നമ്മൾ ഇതിനകത്ത് സൂക്ഷിച്ച് ഒന്നീ തിരിച്ചു കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവിടെ ഒരു ക്രിവാസ് ഉണ്ട്, ഒരു സ്ഥലമുണ്ട്, അവിടെ ഉപേക്ഷിക്കുകയോ ചെയ്യണം. ബാക്കി വഴിയിലൊന്നും വേസ്റ്റ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ആ കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പൂപ്പിനകത്ത് ഇടേണ്ടതെന്നൊക്കെ ഈ പറയുന്ന റേഞ്ചർ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരും. അപ്പോൾ റേഞ്ചർ ഒരാൾക്ക് 2 പാത്രം വെച്ച് തരും വേണം ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ 2 പാത്രം വെച്ച് മേടിച്ചു. കാരണം ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിനകത്ത് ഇടാമല്ലോ, ബാക്കി അങ്ങ് ഇടാൻ പറ്റത്തില്ല. ഇതും കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ തൽക്കീത്തന എയർ ടാക്സി ഓഫീസിലേക്ക് വന്നു. ശരിക്കും അന്ന് ഞങ്ങൾ പറക്കേണ്ടതാണ്. കാരണം അന്നാണ് ഞങ്ങൾ ഈ പറയുന്ന ബേസ് ക്യാമ്പിലേക്ക് പോകേണ്ട ദിവസം. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേന് ഒരു വിമാനമുണ്ട്, ഒരു ചെറിയ വിമാനമാണ്. അവിടുത്തെ വിമാനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലേഷ്യർ ലാൻഡിങ്ങിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വിമാനങ്ങളാണ് ഈ പറയുന്ന ദനാലി ബേസ് ക്യാമ്പിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ. അതിൻ്റെ താഴെ സ്കീ ആണ് വെച്ചിരിക്കുന്നത്. ഒരു ടയറും കാണും, ഒരു സ്കീയും കാണും. ഈ സ്കീയിലാണ് ലാൻഡ് ചെയ്യുന്നത്. ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും സ്കീയിലാണ് ചെയ്യുന്നത്. കാരണം ഇത് ഗ്ലേഷ്യറിലാണ് പോയി ലാൻഡ് ചെയ്യുന്നത്. അവിടെ എയർപോർട്ടോ ഒന്നുമില്ല, എയർ സ്ട്രിപ്പോ ഒന്നുമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ചെറിയ ചെറിയ വിമാനങ്ങളാണ് ഈ ദനാലിയിൽ യൂസ് ചെയ്യുന്നത്. അതവിടെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ റഷ്യയുടെ ഏതോ സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഗ്ലേഷ്യർ ലാൻഡിങ്ങിന്. ബാക്കി സ്ഥലങ്ങളിലൊന്നും ഈ വിമാനം ഇല്ല, ഇതിൻ്റെ യൂസ് ഇല്ല. ഞങ്ങൾക്ക് ഒരു ചെറിയ വിമാനം അലോട്ട് ചെയ്ത് തന്നു. ആ വിമാനത്തിനകത്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കയറ്റി വെച്ചു. അപ്പോൾ ഞങ്ങളുടെ 6 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ വിമാനമാണ് ഈ പറയുന്ന കുഞ്ഞു വിമാനം. ഒരു ലേഡി പൈലറ്റാണ്. പൈലറ്റ് വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ 5-ാമനായിട്ട് അലക്സ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വന്നു. അലക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സ് ഒരു സ്കീയറാണ്. പുള്ളിക്കാരൻ പോകുന്ന ഒരു റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഈ പറയുന്ന 20 ദിവസം 21 ദിവസം ചെയ്യുന്ന എക്സ്പെഡീഷൻ 12 മണിക്കൂർ കൊണ്ട് ദനാലിയുടെ ബേസ് ക്യാമ്പിൽ നിന്ന് ദനാലി സബ്മിറ്റ് ചെയ്ത് തിരിച്ച് സ്കീ ചെയ്ത് ബേസ് ക്യാമ്പിലെത്തുന്ന ഒരു റെക്കോർഡ് സൃഷ്ടിക്കാനാണ് അലക്സ് പോകുന്നത്. ആ അലക്സ് ഞങ്ങളുടെ കൂടെയാണ് വന്നത്. അപ്പോൾ അലക്സിൻ്റെ കഥകളൊക്കെ കേട്ട് ഞങ്ങൾ നിന്നു. അപ്പോൾ പെട്ടെന്നൊരു അറിയിപ്പ് വന്നു, വെതർ മോശമായി, ഇന്ന് വിമാനം പറക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ശരിക്കും അന്ന് വൈകിട്ട് റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് സാധനങ്ങളുമായിട്ട് ഇറങ്ങിയത്. അപ്പം വെതർ മോശമാണ്, പിന്നെ അവിടെ പറക്കാൻ പറ്റത്തില്ല. കാരണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ മലനിരകൾക്കിടയിലൂടെ പറന്നിട്ടാണ് നമുക്ക് ഈ പറയുന്ന ബേസ് ക്യാമ്പിൽ പോയി ലാൻഡ് ചെയ്യേണ്ടത്. ബേസ് ക്യാമ്പിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്ലേഷ്യറിലാണ് ലാൻഡ് ചെയ്യേണ്ടത്. വിസിബിലിറ്റി കറക്റ്റ് അല്ലെങ്കിൽ വിമാനം പറക്കത്തില്ല. അങ്ങനെ പറന്നു കഴിഞ്ഞാൽ തകർന്നു പോവുകയും ചെയ്യും. അമേരിക്കയിലാണ്, അപ്പോൾ അതുകൊണ്ട് അവർ ഒരു റിസ്ക്കും എടുക്കത്തില്ല. അവർ വെതർ ഓക്കെ ആണെങ്കിൽ മാത്രമേ പറക്കത്തുള്ളൂ. മാത്രമല്ല അവർ നമ്മളെ എല്ലാം കാണിച്ചു തരും. അവിടെ ഈ പറയുന്ന തൽക്കീത്തന എയർ ടാക്സിയുടെ ഓഫീസിൻ്റെ അകത്ത് ഞങ്ങൾ ഒരുപാട് 2-3 ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട വന്നു. കാരണം 2-3 ദിവസം ഈ ഫ്ലൈറ്റ് ഡിലേ ആയി. ആദ്യത്തെ ദിവസം ഞങ്ങൾ നിന്നപ്പോൾ ഒരു ഫാമിലി വന്നു. ആ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ മുതൽ പ്രായമായ ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അവരുടെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. മീൻ പിടുത്തത്തിന് വേണ്ടിയുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അവർ ശരിക്കും വെക്കേഷന് പോവുകയാണ്. അവർക്ക് ഈ പറഞ്ഞ അലാസ്കയിലെ ഗ്രാമങ്ങൾ മനുഷ്യരൊന്നുമില്ല, ഏതോ നദിയുടെ സൈഡിൽ അവർക്കൊരു ചെറിയ ഒരു കണ്ടെയ്നറുണ്ട്. അപ്പോൾ ഇവർ 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ആ കണ്ടെയ്നറിൽ ഇവർ പോയി താമസിക്കും. അപ്പോൾ ആ സമയത്ത് ട്രൗട്ട് ഫിഷിംഗ് എന്നാണ് പറയുന്നത്. ട്രൗട്ട് എന്ന് പറഞ്ഞ മീനിനെ ഫിഷ് ചെയ്യാൻ പോവുകയാണ്. ഫിഷ് ചെയ്തിട്ട് അവർ അതിനെ പൊരിച്ച് തിന്നുകയൊക്കെ ചെയ്യും. അങ്ങനെ 2-3 ദിവസം എൻജോയ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ സർവീസ് എടുക്കാനാണ് അവരവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ ഹെലികോപ്റ്ററിൽ ആ സ്ഥലത്ത് കൊണ്ടുവിടും. എന്നിട്ട് ഇവർ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ടാണ് ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഇവരെ തിരിച്ച ഹെലികോപ്റ്റർ വന്ന് വിളിച്ചുകൊണ്ട് വരും. നമുക്ക് ചിന്തിക്കാനേ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമല്ല, അവിടുത്തെ ഉദ്യോഗസ്ഥരും ഭയങ്കര കോപ്പറേറ്റീവാണ്. നമ്മളെ കൃത്യമായും വെതർ അവർ സാറ്റലൈറ്റ് ഡേറ്റ ഉപയോഗിച്ച് വെതർ കാൽക്കുലേറ്റ് ചെയ്യുന്നതും വെതർ മോശമാണോ, വെതർ എപ്പം ഡിറ്റീരിയറേറ്റ് ചെയ്യും, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇന്ന് പറക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഒരു മറയോ ഒന്നുമില്ല അവിടെ. അപ്പം അവർ നമ്മളോട് ഭയങ്കരമായിട്ടും കോപ്പറേറ്റ് ചെയ്തു. മാത്രമല്ല അവിടെ കോഫി എപ്പോൾ വേണേലും ആ ഓഫീസിനകത്തിരുന്ന് നമുക്ക് എടുത്ത് കുടിക്കാം, നമുക്ക് ഇട്ട് കുടിക്കാം. അങ്ങനെ എല്ലാത്തരം സൗകര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ കാർഡ്, ഒരു പ്രത്യേകതരം കാർഡുണ്ട് അവരുടെ കയ്യിൽ. മീൻസ് ആ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽ സ്പിരിറ്റിൻ്റെ കാർഡാണ്. ഓരോ ആനിമൽസിനും ഓരോ സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 60 കാർഡിൽ ഒരെണ്ണം എടുക്കുക. എടുക്കുമ്പം ആ ആനിമലിൻ്റെ സ്പിരിറ്റുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബന്ധം കാണുമെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ എടുത്ത ആനിമൽ ബീവറാണ്. ബീവർ എന്ന് വെച്ചാൽ ഭയങ്കര പണിക്കാരനാണ്. അപ്പോൾ പിന്നെ പറഞ്ഞു, നിങ്ങൾ ബീവറുടെ സ്വഭാവമുള്ള ആളാണ്, നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഭയങ്കര പണി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 പേരും കാർഡൊക്കെ എടുത്ത് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അവിടെ ഒരു വല്ലാത്തൊരു യൂണിയൻ ഉണ്ടായി. അപ്പം ഫസ്റ്റ് ഡേ ഞങ്ങൾ സാധനങ്ങൾ ഈ എയർക്രാഫ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം താമസിച്ച സ്ഥലത്ത് പോയപ്പോൾ അവിടെ റൂം കിട്ടിയില്ല. കാരണം ചെറിയൊരു വില്ലേജാണ്. പിന്നെ വേറെ സ്ഥലത്ത് പോയി താമസിച്ചു.
അടുത്ത ദിവസവും രാവിലെ നമ്മൾ ആ റൂം വെക്കേറ്റ് ചെയ്ത് വളരെ പ്രതീക്ഷയോട് വന്നു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ അവിടെ ഇരുന്നു. എന്നിട്ടും നമുക്ക് വിമാനത്തിൽ പറക്കാൻ പറ്റിയില്ല. കാരണം വെതർ മോശമാണ്. അലക്സും ഉണ്ട്. അലക്സ് ഞാൻ പറഞ്ഞ മറ്റേ ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടല്ലോ, അലക്സ് അവിടെയാണ് താമസിച്ചത്. അപ്പോൾ 2 ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടുത്തെ ഫുഡ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്തു. ആ വില്ലേജിൽ അവിടുത്തെ മെയിൻ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻഡിയറിൻ്റെ ഇറച്ചിയാണ് അവിടുത്തെ മെയിൻ ഭക്ഷണം. റെയിൻഡിയർ ഹോട്ട് ഡോഗ്, റെയിൻഡിയർ സാൻഡ്വിച്ച്. അപ്പോൾ റെയിൻഡിയറെയാണ് മെയിനായിട്ട് നമ്മൾ അവിടെ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്താ പറയുക, അവിടെ ഈ പച്ചവെള്ളം പോലെ കിട്ടുന്നതാണ് ബിയർ. അവിടെ നിറയെ ബ്രുവറീസാണ്, ആൾക്കാരെല്ലാം ബിയർ കുടിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അവിടുത്തെ ഫാമിലി ആയിട്ടാണ് എല്ലാവരും വന്ന് നിന്ന് അവിടെ ഭക്ഷണം കഴിക്കുകയും ഈ പറയുന്ന എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത്. അവിടെ ആരുടെയും മുഖത്ത് ഒരു ടെൻഷനോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. കുട്ടികളൊക്കെ ആ റോഡിൽ കൂടെ ഫ്രീ ആയിട്ട് റോം ചെയ്യുകയാണ്. ഒരു ദിവസം വെള്ളിയാഴ്ച ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഇവർ ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരും ഒരു പാർക്കിൽ വന്നിട്ട് ഒത്തുചേരും. എന്നിട്ട് ആ പാർക്കിൽ പല പല ബാൻഡുകൾ വന്നിട്ട് പാട്ടൊക്കെ പാടും. അതെല്ലാം കേട്ട് നിൽക്കും. എന്നിട്ട് ഈ ബാൻഡുകൾ പല പല കടയിൽ പോയിട്ട് പാട്ട് പാടും. ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഒരുപാട് വീഡിയോസ് എടുക്കാനും അവരുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റി. അപ്പോൾ അങ്ങനെ 2 ദിവസം പോയി. അതിനുശേഷം നെക്സ്റ്റ് ഡേ രാവിലെ വീണ്ടും ഞങ്ങൾ വരികയാണ്. വീണ്ടും വന്നപ്പോൾ അവർ പറഞ്ഞു, വെതർ ഇന്ന് ഓക്കെയാണ്, നിങ്ങൾക്ക് പറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ വിമാനം പറപ്പിച്ച് ആ ലേഡി പൈലറ്റ് മാറി. അതിനുശേഷം പുരുഷ പൈലറ്റാണ് വന്നത്. പുള്ളിക്കാരൻ എങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ വിമാനം നമ്മൾ ചെറിയ വിമാനമാണല്ലോ, ഈ പറയുന്ന വിമാനത്താവളത്തിൽ പറക്കുമ്പോൾ ടയറിൽ തന്നെയാണ് പറക്കുന്നത്. ഈ പറയുന്ന സ്കീ താഴെ വരത്തില്ല. ഇത് വിമാനത്താവളത്തിൽ കൂടെ പറന്നു, മേലോട്ട് പറന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഈ പൈൻ മരങ്ങളാണ് കാണുന്നത്. അതിനുശേഷം പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പം ഈ മലകളുടെ മുകളിൽ മഞ്ഞ് പെയ്ത മലകൾ വരും. കുറച്ചുകൂടെ പോകുമ്പോൾ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള മഞ്ഞായിരിക്കും, ബ്ലാക്കും വൈറ്റും ചേർന്നിട്ടുള്ള ഒരു ഫീലായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഗ്ലേഷ്യറാണ്, ഫുൾ വൈറ്റാണ്. നമ്മുടെ പ്ലെയിനിൻ്റെ 2 വിൻഡോയിലും എല്ലാം തണുപ്പടഞ്ഞിട്ടൊന്നും പുറത്തോട്ടൊന്നും കാണാൻ പറ്റാതാവും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കുലുങ്ങി ഈ വിമാനം, കൊച്ചു വിമാനത്തിൽ ഭയങ്കര കുലുക്കമാണ്. വിമാനം ബേസ് ക്യാമ്പിൽ ലാൻഡ് ചെയ്തു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലേഷ്യറാണ്. ഖലീത്തന എന്ന് പറഞ്ഞൊരു ഗ്ലേഷ്യറിലാണ് ബേസ് ക്യാമ്പ് നിൽക്കുന്നത്. 44 മൈൽ ദൂരമുള്ള ഒരു ഗ്ലേഷ്യറാണ്. ഏകദേശം 6 ലക്ഷം ഏക്കറാണ് ഈ പറയുന്ന ദനാലി നാഷണൽ പാർക്കിൻ്റെ വിസ്തീർണം. ഭയങ്കര വലിയ നാഷണൽ പാർക്കാണ്. അതിനകത്ത് ഖലീത്തന എന്ന് പറയുന്ന ഗ്ലേഷ്യറിലാണ് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ലാൻഡ് ചെയ്ത സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഐസാണ്. അതിനു മുമ്പ് ഈ പറഞ്ഞ സ്ലെഡ്ജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, സ്ലെഡ്ജ് നമുക്ക് തരുന്നത് ചൽക്കീത്തന എയർ ടാക്സിയാണ് സ്ലെഡ്ജ് തരുന്നത്. ഈ സ്ലെഡ്ജിനകത്ത് നമ്മൾ സാധനങ്ങൾ കൃത്യമായിട്ട് അടുക്കണം. ആ സാധനങ്ങളൊക്കെ അടുക്കുന്നത് നമ്മൾ ബേസ് ക്യാമ്പിൽ വന്നിട്ടാണ്. ബേസ് ക്യാമ്പിൽ മുമ്പ് നമ്മൾ സ്ലെഡ്ജിനകത്ത് നമ്മൾ സാധനങ്ങൾ കെട്ടി വെക്കത്തില്ല. അപ്പോൾ ബേസ് ക്യാമ്പിൽ വന്നു, സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി താഴെ വെച്ചു, സ്ലെഡ്ജൊക്കെ താഴെ വെച്ചു, നമ്മളെ ഇറക്കി വിട്ടിട്ട് വിമാനം പോയി. അതിനുശേഷം 2-3 വിമാനങ്ങൾ വന്നു. അപ്പോൾ ബേസ് ക്യാമ്പിൽ ഒരു ബേസ് ക്യാമ്പ് മാനേജറുണ്ട്. ബേസ് ക്യാമ്പ് മാനേജറുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാബി എന്നായിരുന്നു പേര്. ഗ്യാബിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്യാബിയാണ് നമുക്ക് വെതർ അപ്ഡേറ്റ് തരുന്നത്. നമ്മുടെ കയ്യിൽ വാക്കി ടോക്കി ഉണ്ട്, നമ്മുടെ കയ്യിൽ റേഡിയോ ഉണ്ട്, സാറ്റലൈറ്റ് ഫോണും ഉണ്ട്. സാറ്റലൈറ്റ് ഫോൺ ഞങ്ങൾ ആങ്കറേജിൽ നിന്ന് വാടകയ്ക്ക് എടുത്തായിരുന്നു. ഈ പറയുന്ന റേഡിയോയിൽ രാത്രി 8 മണിക്ക് ഗ്യാബി കൃത്യമായിട്ട് വെതർ റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ട് കേട്ടിട്ടാണ് നമ്മൾ അടുത്ത ദിവസം മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്, നമ്മൾ അൺഗൈഡഡ് അൺസപ്പോർട്ടഡായിട്ടാണ് പോകുന്നത്. ഇപ്പം ഏതെങ്കിലും കമ്പനി വഴിയാണ് പോകുന്നതെങ്കിൽ ആ കമ്പനിക്കാരുടെ കൃത്യമായിട്ടും ഈ വെതറിൻ്റെ ഡീറ്റെയിൽസ് കാണും. അത് ഈ ഗ്യാബി വഴിയല്ല, അവർ പുറത്തുനിന്നുള്ള സാറ്റലൈറ്റ് ഫോണിൽ വെതറിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗ്യാബിയുടെ 8 മണിക്കത്തുള്ള കോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാബിയുടെ നമ്മൾ രജിസ്റ്റർ ചെയ്തു, ഗ്യാബി റൂട്ടും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ദനാലിയുടെ ബേസ് ക്യാമ്പിൽ എത്തി ഞങ്ങൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞങ്ങൾ 21 ദിവസം ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിൽ 2 ദിവസത്തെ ഭക്ഷണം എടുത്തിട്ട് അവിടെ കുഴിച്ചിടും. അതിന് ക്യാഷേയിങ് എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം വന്നിട്ട് അവിടെ നിന്ന് എടുത്ത് കഴിക്കാൻ പറ്റും. ഇവിടെ എല്ലാ കാലത്തും തണുപ്പായതുകൊണ്ട് -10 ഡിഗ്രിയിൽ താഴെ ആയതുകൊണ്ട് ഈ ഭക്ഷണം ഒന്നും ചീത്തയായി പോകത്തില്ല. അപ്പോൾ 2 ദിവസത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണവും അത് കുക്ക് ചെയ്യാനുള്ള ഫ്യൂവലും ഞങ്ങൾ
അവിടെ കുഴിച്ചിടുന്നതിൻ്റെ പ്രത്യേകത ഉണ്ട്. വെറുതെ കുഴിക്കാൻ 2 മീറ്റർ ഡെപ്തിൽ കുഴിക്കണം. എന്നിട്ട് നമുക്ക് കമ്പുകൾ ഇവർ തരും റേഞ്ചർ ഓഫീസിൽ നിന്ന്. ആ റേഞ്ചർ ഓഫീസിൽ കിട്ടുന്ന കമ്പുകളുടെ മുകളിൽ നമ്മുടെ ടീമിൻ്റെ പേര് കാണും. ഞങ്ങളുടെ ടീമിൻ്റെ പേര് G7S എന്നായിരുന്നു പേര്. ഞങ്ങളുടെ ടീമിൻ്റെ പേര് വെച്ചിട്ട് ഈ വാൺ നമ്മൾ കുത്തിവെക്കും നല്ല ആഴത്തിൽ. ഈ 2 മീറ്റർ താഴ്ചയിൽ നമ്മൾ കുഴിയെടുത്ത് വെച്ചില്ലെങ്കിൽ പ്രശ്നം. അവിടെ വേറെ വില്ലന്മാരുണ്ട്. അവന്മാരുടെ പേരാണ് റാവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാക്കയല്ല, അവിടുത്തെ കാക്കകളാണ്. ഇവന്മാർ വന്നിട്ട് ഇത് കുഴിച്ചിട്ട് നമ്മുടെ ബിരിയാണിയും രാജ്മാ ചാവലും ഒക്കെ എടുത്ത് അവർ കഴിക്കും. അപ്പോൾ ഇത് റേഞ്ചർ ഓഫീസിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ റാവൻസിൻ്റെ ശല്യമുണ്ട് അവിടെ. അപ്പോൾ ഈ റാവൻസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഴത്തിൽ കുഴിച്ച് വേണം നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ കൂടെ കുഴിക്കാനുള്ള വലിയ ഷവലും ബാക്കി സാധനങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. 4 ഷവൽ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതും അലൂമിനിയം ഷവലും ഉണ്ട്, ഇരുമ്പ് ഷവലും ഉണ്ട്. കാരണം ചില സ്ഥലത്ത് അലൂമിനിയം വർക്ക് ചെയ്യും, ചില സ്ഥലത്ത് ഇരുമ്പ് വർക്ക് ചെയ്യും. ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഫസ്റ്റ് ക്യാഷ് ഞങ്ങളവിടെ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന വലിയ ബൂട്ട്സ്, നമ്മൾ 8000 മീറ്റർ ബൂട്ട്സാണ് അണിയുന്നത്. ചെറിയ ഷൂസും ബാക്കി കാര്യങ്ങളൊന്നും ഈ 16 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ഉപയോഗിക്കാനേ പറ്റത്തില്ല. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഈ വലിയ ബൂട്ട്സ് അണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വലിയ ബൂട്ട്സ് അണിഞ്ഞതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ സാധാരണ താഴെ നമ്മൾ ക്രാംപോൺസ് ആണ് ധരിക്കുന്നത് ഈ ഐസിലൂടെ പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഐസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ഐസ് വളരെ താഴെയാണ്. ഇപ്പോൾ പെയ്ത സോഫ്റ്റ് ഐസാണ്, മഞ്ഞ് പോലത്തെ കട്ടി കുറഞ്ഞ ഐസാണ് മുകളിലുള്ളത്. അതിനകത്ത് നമുക്ക് ക്രാംപോൺസ് ഇട്ട് നടക്കാൻ പറ്റത്തില്ല, താന്നു പോകും. അപ്പോൾ അത് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് സ്നോ ഷൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്നോ ഷൂ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, ഫസ്റ്റ് ഇൻ ലൈഫാണ് യൂസ് ചെയ്യുന്നത്. ഈ സുബീർ ബക്ഷിയും ഹാരിയും നാവും നേരത്തെ ഇത് റെയ്നിയറിൽ അവർ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഹാരിയും നാവും മേടിച്ചിരിക്കുന്ന കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരിക്കും MSR എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ആ കമ്പനിയുടെ സാധനമായിരുന്നു മേടിക്കേണ്ടത്. സുബീർ ബക്ഷി വേറൊരു കമ്പനിയുടെയാണ് മേടിച്ചുകൊണ്ട് വന്നത്. ആ കമ്പനിയുടെ സുബീർ ബക്ഷി മേടിച്ചിരുന്ന സാധനം എനിക്കും തന്നു, സുബീർ ബക്ഷിയും യൂസ് ചെയ്യാൻ കൊണ്ടുവന്നു. അതിൻ്റെ പ്രശ്നം വെച്ചാൽ അതിൻ്റെ സ്ട്രാപ്പ് ഞങ്ങളുടെ ഈ പറയുന്ന വലിയ ബൂട്ട്സിൻ്റെ മേളിൽ കൂടി ഇപ്പുറം വരെ എത്തത്തില്ല. വളരെ കഷ്ടപ്പെട്ടാണ് എത്തുന്നത്. മാത്രമല്ല നടക്കുമ്പോൾ ഇത് തുറന്നു പോകും. കാലിന് ഒട്ടും ചേർന്ന ഷൂസ് അല്ലായിരുന്നു, സ്നോ ഷൂസ് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രധാന പ്രശ്നം, ഞങ്ങൾ ഒരു 20 മീറ്റർ 30 മീറ്റർ നടക്കുമ്പോൾ ഈ സ്നോ ഷൂ ഊരിപ്പോവും. വീണ്ടും നമ്മളിത് ഇടേണ്ട വരും. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം ഞങ്ങൾ ഈ സ്നോ ഷൂ അണിഞ്ഞു. ഞങ്ങളുടെ ഈ പറയുന്ന മുഴുവൻ ലഗേജും ഒരു 50 കിലോ ലഗേജ് ഓരോരുത്തരുടെ സ്ലെഡ്ജിൽ വെച്ചിട്ട് പ്രത്യേക രീതിയിൽ കെട്ടി. കാരണം ഈ സ്ലെഡ്ജ് മറിഞ്ഞു പോയി കഴിഞ്ഞാലും ഈ പറയുന്ന നമ്മുടെ സ്ലെഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ താഴെ വീഴരുത്. പിന്നെ ഈ CNC ക്യാൻസ്, ക്ലീൻ മൗണ്ടൻ ക്യാൻസ്, ഞാൻ പറഞ്ഞില്ല പച്ച കളറുള്ള ക്യാൻസ്, അതും നമ്മൾ നമ്മുടെ സ്ലെഡ്ജിൽ വെച്ച് കെട്ടി. പോരാഞ്ഞതിന് 15-20 കിലോ ഉള്ള ഭക്ഷണത്തിൻ്റെ ബക്കറ്റ്, ഇത് നമ്മൾ ഓരോരുത്തരും അവരവരുടെ സ്ലെഡ്ജിൽ വെച്ച് കെട്ടി. അത് നല്ല രീതിയിൽ കെട്ടിയില്ലെങ്കിൽ ഇത് കുഴിയിൽ പോകും. പ്രത്യേകത പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സ്പെഡീഷൻ ക്യാൻസൽ ആവും. കാരണം ഇതെല്ലാം നമുക്ക് വേറെ ആരും ഒരു ഹെൽപ്പും ചെയ്യത്തില്ല, നമ്മൾ മാത്രമാണ്, നമുക്ക് വേറെ കമ്പനി ഇല്ല. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ 20 ദിവസവും സൂക്ഷിച്ച് വെക്കാനുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ കൊണ്ടുപോകുന്നത്. ബേസ് ക്യാമ്പിൽ നിന്ന് ഫസ്റ്റ് ഹില്ലിൻ്റെ പേര് ഹേർട്ട് ബ്രേക്ക് ഹിൽ എന്നാണ്. അത് ശരിക്കും താഴേന്ന് കയറി വരുമ്പോഴാണ് ഹില്ലാവുന്നത്. ആദ്യം ഒരു ചെറിയ ഇറക്കമാണ്. ആ ഇറക്കം ഇറങ്ങി 9 മൈൽ ദൂരം നടന്നാൽ മാത്രമാണ് അടുത്ത ക്യാമ്പ് എത്തുന്നത്. അടുത്ത ക്യാമ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ക്യാമ്പ് 1 ആണ്. 7800 ഫീറ്റാണ് നമ്മുടെ ക്യാമ്പ് 1. 7200 ഫീറ്റാണ് ബേസ് ക്യാമ്പ്. ബേസ് ക്യാമ്പിൽ നിന്ന് ആദ്യം ഒരു ഇറക്കം ഇറങ്ങിയിട്ടാണ് നമ്മൾ ക്യാമ്പ് 1ലേക്ക് പോകുന്നത്. അത് 9 മൈൽ ദൂരമാണ് നമുക്ക് ഫസ്റ്റ് ഡേ നടക്കേണ്ടത്. ഏറ്റവും ദൂരം നടക്കേണ്ടതും ആ ദിവസം തന്നെയാണ്. അപ്പം ഈ പറയുന്ന ഹാരി നാവും ഭയങ്കര അഗ്രസീവാണ്. സുബീർ ബക്ഷി അത്ര അഗ്രസീവ് അല്ല. ഹാരി നാവും ഈ പഞ്ചാബികളാണല്ലോ, ഒരു വായി തോന്നുന്നൊക്കെ പറയും. ഹാരി പ്രത്യേകിച്ചും, ഹാരി ഭയങ്കര അഗ്രസീവാണ്. കാരണം ഹാരി നാവും ട്രെയിൻഡാണ് ഈ പറഞ്ഞ മഞ്ഞിൽ കൂടെ നടക്കാൻ. അപ്പം ഞാനും സുബീർ ബക്ഷിയും അണിഞ്ഞിരിക്കുന്ന ഈ ഷൂസ് ഞങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇത് ഊരിപ്പോവും. സുബീർ ബക്ഷി കുറച്ചു നേരം നിൽക്കും, ഷൂ അണിയും. അത് കഴിയുമ്പോൾ ഞാൻ നിൽക്കും, ഷൂ അണിയും. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എവറസ്റ്റ് എക്സ്പെഡീഷനും കിളിമഞ്ചാറിലും ഒന്നും ഇല്ലാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വലിയ ഗ്ലേഷ്യർ നിറയെ വിള്ളലുകളാണ്. നമ്മുടെ കുംബു ഐസ്ഫാളിനെ പോലത്തെ വിള്ളലുകളാണ്. അതിന് ക്രിവാസസ് എന്നാണ് പറയുന്നത്. ഈ ക്രിവാസ് ഒളിഞ്ഞിരിക്കുന്ന ക്രിവാസസ് ആണ്. ഇപ്പം എവറസ്റ്റിലെ പോലെ അത് കൃത്യമായിട്ട് ഏണിയൊന്നും വെച്ചിട്ടില്ല. എവറസ്റ്റിലാണെങ്കിൽ അത് വെച്ചിട്ടുണ്ട്. ഐസ്ഫാൾ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ കൃത്യമായിട്ട് ഏണി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഈ ക്രിവാസസ് മൊത്തം ഹിഡൻ ക്രിവാസസ് ആണ്. മീൻസ് വലിയൊരു ഗ്ലേഷ്യറാണ്. അതിനകത്ത് ഒരുപാട് ബ്രേക്കിങ്സ് ഉണ്ട്. അത് എവിടേക്കാണെന്ന് ആൾക്കും അറിയത്തില്ല. കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് ഇവർ കമ്പ് വെച്ചിരിക്കും, ചുമന്ന കമ്പ് വെച്ചിരിക്കും, അങ്ങോട്ട് പോകാതിരുന്നാൽ മതി. അപ്പോൾ ഈ ക്രിവാസിൽ വീഴാതിരിക്കാൻ വേണ്ടി
4 പേരുടെ ടീമാണെങ്കിൽ 4 പേരും റോപ്പ് ചെയ്തിരിക്കും. മീൻസ് 4 പേരും തമ്മിൽ ഒറ്റ റോപ്പിൽ ഘടിപ്പിച്ചിരിക്കും. അപ്പോൾ ഈ റോപ്പ് ഒരു 60 മീറ്റർ റോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഓരോരുത്തർ, നടുക്ക് 2 പേര്. അപ്പോൾ ഈ 4 പേര് ഒറ്റ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ സ്മൂത്തായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ഹാരി സ്പീഡിൽ പോകുമ്പോഴായിരിക്കും സുബീർ ബക്ഷി വിളിച്ച് പറയുന്നത് അങ്ങേരുടെ സ്നോ ഷൂ ഊരി പോയി നിൽക്കാൻ പറയും. അപ്പം അത് ഇടാൻ വേണ്ടി നിൽക്കും. അത് കഴിയുമ്പോൾ കുറച്ച് പോകുമ്പോൾ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഊരി പോയെന്ന് പറയും. അപ്പം അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഹാരി ഒരു കുഴിയിൽ വീഴുകയൊക്കെ ചെയ്തു. ഹാരി കുഴിയിൽ വീണ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് പുറകെ നിൽക്കുന്നത് ആൾ ഞാനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അറസ്റ്റ് ചെയ്യണം. നമ്മൾ താഴേക്ക് വീണിട്ട് നമ്മുടെ ഐസാക്സ് കൊണ്ടിട്ട് മഞ്ഞിൽ അറസ്റ്റ് ചെയ്യണം. അപ്പം ഇദ്ദേഹം കുഴിയിലേക്ക് ഒരുപാട് താഴേക്ക് വീഴാതിരിക്കും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആൾക്കാർ ടീമായിട്ട് ദനാലിയിൽ പോകുന്നത്, എവറസ്റ്റ് പോലെ അല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് 1-ലെത്തി. ക്യാമ്പ് 1-ലെത്തി കഴിഞ്ഞപ്പോഴത്തേന് ഹാരി വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി. ഹാരി ഞങ്ങളോട് പറഞ്ഞു, ഇനി ഞങ്ങളുടെ കൂടെ അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സുബീർ ബക്ഷിയും ഒരുപാട് ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സുബീർ ബക്ഷിയുടെയും ഷൂവിൻ്റെ പ്രശ്നമാണ്, സ്നോ ഷൂയുടെ പ്രശ്നമാണ്, അത് ആരുടെയും തെറ്റല്ല. ഓക്കെ ശരി, നിങ്ങൾ 2ആയിട്ട് സ്പ്ലിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഈ 30 മീറ്റർ റോപ്പ് 2ആയിട്ട് മുറിച്ചു. 2ആയിട്ട് മുറിച്ചിട്ട് അവർ 2 ഒരു ടീമായി. ഇപ്പോൾ ഞങ്ങൾ 2 ഒരു ടീമായി. അവർ സ്പീഡിൽ പോകുന്ന ടീമും ഞങ്ങൾ പതുക്കെ പോകുന്ന ടീമും. ഞങ്ങളുടെ സ്നോ ഷൂ കാരണമാണ്. അപ്പം സാറ്റലൈറ്റ് ഫോൺ ഒറ്റൊരെണ്ണേ ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. അത് ഇരിക്കുന്നത് ഈ പറഞ്ഞ ഹാരിയുടെയും നാവിൻ്റെയും കയ്യിലാണ് സാറ്റലൈറ്റ് ഫോൺ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ കിട്ടുന്നതേ ഇല്ല. ഞങ്ങളുടെ ആകെ ഒരു റേഡിയോ മാത്രമേ ഉള്ളൂ. ഒരു റേഡിയോ ഹാരിയുടെ നാവിൻ്റെയിലും കൊടുത്തു, ഒരു റേഡിയോ ഞങ്ങളും കയ്യിൽ വെച്ചു. ഈ റേഡിയോയിലാണ് നമ്മൾ വെതറിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നത്. മാത്രമല്ല ക്യാമ്പ് ചെയ്യുന്നത് ഞങ്ങൾ അടുത്തടുത്തൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ക്യാമ്പ് 1-ൽ നിന്ന് അടുത്തത് പോകേണ്ടത് ക്യാമ്പ് 2-ലേക്കാണ്.